ബീഫ് ഒലത്തിയതുണ്ടാക്കിയാലോ. അപ്പം പാനൊന്ന് ചൂടായപ്പം എണ്ണ ഒഴിച്ച് സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്വല്പം ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ബീഫ് നേരത്തെ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബീഫ് കറിയിൽ നിന്നാണ് ഞാൻ ബീഫ് ഒലത്തിയത് ഉണ്ടാക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പോലെ മസാല ചേർത്ത് എടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ ഇത് ബീഫ് കറി എൻ്റെ ഉണ്ടായിരുന്നതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് ബീഫിൻ്റെ ആ കറി ഉണ്ടല്ലോ ചാറോടുകൂടി ഞാൻ ഈ സവോളയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോളയിൽ ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ ആ ബീഫിൻ്റെ ആ ഒരു ചാറുണ്ടല്ലോ അതൊന്ന് വറ്റുന്ന വരെ നല്ലപോലെ ഇതുപോലൊന്ന് നല്ല ഡീപ്പ് ഫ്രൈ ആക്കി അതിൻ്റെ ചാറ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പറ്റിച്ചെടുക്കുന്നുണ്ട്. നല്ലപോലെ അതിൻ്റെ ചാറെല്ലാം ഒന്ന് പറ്റി നല്ലപോലെ ആ കുരുമുളകും നമ്മുടെ സവോളയിലെല്ലാം കൂടെ ബീഫിലേക്കൊന്ന് പിടിച്ച് വരണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറച്ചായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എനിക്ക് ഇച്ചിരി ഈ ബീഫ് ഒലത്തിയതിന് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇച്ചിരി മുന്നിൽ നിൽക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് അധികം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്നും കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റി അതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ വലിഞ്ഞ് നമ്മുടെ ബീഫ് ഒന്ന് നല്ലപോലെ ഡ്രൈ ആയിട്ട് കിട്ടണം. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ബീഫിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കുറച്ചൊരു ഡാർക്ക് കളറിലേക്ക് വന്നിട്ടുണ്ടല്ലേ. അപ്പം അത്രയും നല്ലപോലെ ഫ്രൈ ആക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് ഒലത്തിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബീഫ് ഒന്ന് വേറൊരു പാത്രത്തിലേക്കൊന്നും ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുത്തിട്ട് സവോള ഒന്ന് നീളത്തിൽ അരിഞ്ഞതും കൂടെ അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കാൻ നേരത്ത് അതിൻ്റെ ആ ഒരു സവോളയുടെ ഫ്ലേവറും കൂടെ ഇറങ്ങുമ്പോഴത്തേക്കിനും ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം ഒന്ന് ആക്കി കൊടുത്തിട്ട് പിന്നെ ഒരു ചെറിയൊരു നാരങ്ങയുടെ കഷ്ണം കൂടെ ഒന്ന് മുറിച്ച് അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കഴിക്കുന്നതിന് മുന്നേ നാരങ്ങ അതിൻ്റെ മേലെ പിഴിഞ്ഞൊഴിച്ച് കഴിച്ചാൽ മതിയാവും.